ഗ്രീഷ്മ കഷായം ഷാരോണിനെ മോഹിപ്പിച്ചു കൊടുത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം സമുദായത്തിന്റെ മുഹിബായി മെഹബൂബായി അഭിനയിക്കുകയാണ്. സമുദായത്തെ വേണം, വോട്ട് വരുമ്പോ വേണം, എന്നാൽ തമ്മിലടിപ്പിക്കാൻ എല്ലാം ചെയ്യും. കണ്ടില്ല വടകരയിൽ നമ്മൾ കണ്ട കാഫിർ പ്രയോഗം. അതുപോലെ തന്നെ ദേശാഭിമാനിയിൽ കൊടുക്കാത്ത പരസ്യം സാമുദായിക പത്രത്തിൽ കൊടുത്ത് മുസ്ലിം വീടുകളെ കേന്ദ്രീകരിച്ച് ആ പത്രം വീട്ടിലെത്തിക്കുന്ന സ്വഭാവം. ആരെ കൊണ്ടാ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ തലചൊറിക്കുന്ന? തീക്കൊള്ളി കൊണ്ട് തലചൊറിയാണ്. നിങ്ങൾ കണ്ടില്ലേ ആ CANRC റാലിയിൽ? ഇതാരെയാ കൂടുതൽ ബാധിച്ചത്? മുസ്ലിം സമുദായത്തെ. അവരുടെ പൗരത്വമാണ് ചോദ്യം ചെയ്തത്. സ്വാഭാവികമായും പള്ളിയിൽ നിന്ന് ആ പ്രകടനം തുടങ്ങുന്നത്. പള്ളിയുടെ മുറ്റത്ത് നിന്ന് പ്രകടനം തുടങ്ങുമ്പോൾ മുദരിസ് ഉണ്ട്, ഖത്തീബ് ഉണ്ട്, സദർ ഉസ്താദ് ഉണ്ട്, നാട്ടിലെ കാരണവന്മാരുണ്ട്. ഹുലു തക്ബീർ എന്ന് വിളിച്ചുപോയി. ഹുലു തക്ബീർ എന്ന് വിളിച്ചപ്പോ കൊടിയേരി പറഞ്ഞു, ആ ശബ്ദം നമുക്ക് അപരിചിതമാണ്, അത് വേറെ ഒരു ശബ്ദമാണ്. കൊടിയേരി പറഞ്ഞത് അതിലെന്തോ അപകടമുണ്ട്. പാർട്ടി സെക്രട്ടറി കണ്ടില്ലേ, ഒരു ക്ഷേത്രമുറ്റത്ത് നിന്നാണ് ഹൈന്ദവർ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങുക. നമ്മൾ നബിദിന റാലി പോകുമ്പോ ഖുലു തക്ബീർ എന്ന് പറയും. അതുപോലെ ക്ഷേത്രമുറ്റത്ത് നിന്നൊരു റാലി വരുമ്പോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ പറഞ്ഞ് അവര് തുടങ്ങും. എന്താ കാര്യം? ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസം വലുതാണ്. പൗരത്വ റാലിയിൽ അണിനിരന്ന സാമുദായിക സംഘടനകൾ ഇതൊന്നിച്ചു വിളിച്ചപ്പോ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഇത് കേൾക്കേണ്ട താമസവും കേരളത്തിന്റെ നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, CAA-NRC റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് കേൾക്കേണ്ട താമസം നരേന്ദ്രമോദി ഇന്ത്യയുടെ പാർലമെന്റിൽ കേരള के मुख्यमंत्री श्री पिണറായി വിജയൻ ने कहा, ആരാ പറയുന്നത്? പ്രധാനമന്ത്രി പറയാണ്, CAA-NRC റാലി മേ ആതങ്കവാദി ഹേ പറയാ. അവിടെ കണ്ടില്ല അച്യുതാനന്ദൻ ഒരിക്കൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ മൂപ്പർക്ക് ഒരു ഉൾവിളി. അങ്ങനെയാണ് അച്യുതാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, ഈ മുസ്ലിം ചെറുപ്പക്കാര് മറ്റു സമുദായത്തിലെ പെൺകുട്ടികളെ ലൈനടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് മക്കളെ ഉണ്ടാക്കി അങ്ങനെ പോയി ഒരു 2025, 30, 35 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. വിനയ് കത്യാറല്ല, സാദി റിദംബരല്ല, ഉമാഭാരതിയല്ല. ആരാ പറയുന്നത്? ജാതിയില്ലാതെ മതമില്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ഒന്നായി കാണുന്നു എന്ന് പുരപ്പുറത്ത് കയറി കൂന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും അവരുടെ വലിയ മുത്തവല്ലിയുമായിട്ടുള്ള ആരാ പറയുന്നത്? അച്യുതാനന്ദൻ. ഇവര് പറയാണ്, ലവ് ജിഹാദ് ഉണ്ട് കേരളത്തിൽ. വടി കൊടുത്തു. ആരാദ്യം അത് എടുത്തു ധരിച്ചത്? 3000 പള്ളിയുടെ ലിസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന RSS ഒരു പള്ളി പൊളിച്ച UP, അവിടെ ഒരു ചെറുപ്പം കുട്ടിയെ, ഒരു പൈതൽ മോണ്ടിസോറി കുട്ടിയെ കൊണ്ടുവന്ന് മറ്റു കുട്ടികളെ കൊണ്ട് മുഖത്തടിപ്പിച്ച ഒരു സർക്കാർ സംവിധാനമുള്ള നാട്. ആ UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സഭയിൽ പറഞ്ഞു. അച്യുതാനന്ദൻ ഇവിടെ പറഞ്ഞപ്പോ സഭയിൽ പറഞ്ഞു, നിയമസഭയിൽ എന്താ പറഞ്ഞത്? കേരളക്കെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനെ കഹ. അവിടെ ഒരു കഹ ഉണ്ടായിട്ടുണ്ട്. ഇവര് പറഞ്ഞു, അച്യുതാനന്ദൻ പറഞ്ഞു, കേരളമേ ലവ് ജിഹാദ് ഹേ. ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്കൻ എന്താ? ലവ് ഇംഗ്ലീഷാണ്, ജിഹാദ് അറബിയാണ്. അത് രണ്ടും മോരും മുതരിയും പോലെയുള്ള സാധന, രണ്ടും തമ്മിൽ ചേരൂല. ലവ് തലേ കയറിയോനും ജിഹാദ് കൽബ് കയറുവോ? ജിഹാദ് കൽബ് കയറിയോനും ലവ് തലേ കയറുവോ? ഒരാള് അള്ളാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോ ഒരു പെണ്ണ് അവിടെ നിന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ ആരാ നോക്കുക? അയാൾ അള്ളല്ലേ പിന്നെ അവിടുത്തെ ചിന്ത. ആരെങ്കിലും പ്രേമിക്കാൻ പോകുമ്പോ പള്ളി എന്നുള്ള വിളിക്കുത്തരം നൽകോ? ഇത് രണ്ടും തമ്മിൽ ചേരൂല. അതാദ്യം രാജ്യത്ത് എടുത്തിട്ടത് ഇവരാണ്. പറയണം എന്തെല്ലാം പറഞ്ഞു. ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് മുസ്ലിം സമുദായത്തിലാണെന്ന് KT ജലീൽ. തീർന്നോ? ഈ രാജ്യത്തെ ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം കൊടുക്കാൻ പോയി. ഏറ്റവും കൂടുതൽ കള്ളന്മാർ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് മലപ്പുറത്താണ്. അച്യുതാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, എന്താ ഇവര് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാറില്ല. നമ്മൾ സ്കൂൾ കൊടുത്തു, വാരിക്കോരി കൊടുത്തു. വിദ്യാഭ്യാസത്തിന്റെ അമ്മിഞ്ഞപ്പാൽ ഏറ്റവും കൂടുതൽ നാടിന് കിട്ടിയത് എന്റെ പൊന്നു CH വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ്. അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടയ്ക്കുവാണ്
കരിക്കട്ടകളെ പോലും കനൽക്കട്ടകളാക്കാൻ കരവിരുതുണ്ടായിരുന്ന CH, കരിമ്പാറ കൂട്ടങ്ങളെ പോലും കാട്ടരുവികളാക്കി ഒഴുക്കാൻ കഴിവേതും റബ്ബ് നൽകിയ CH, കേരളക്കര CHM കോയ, C for Christian, H for Hindu, M for Muslim, CHM കോയ, ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ എന്ന് പാടിപ്പുകഴ്ത്തിയ മഹാനായ CH വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടി. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ ഊണ് ചാക്കീരിയുടെ കാലത്ത്, പിന്നെ വിദ്യാഭ്യാസത്തിന്റെ അമ്മിഞ്ഞപ്പാലും ഊണുമല്ല ആവശ്യം, നെയ്ച്ചോറും ബിരിയാണിയുമാകുന്ന പോളിടെക്നിക്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അത് നാലകത്ത് സൂപ്പിയും ET ബഷീറും കൊടുത്തപ്പോ നാലകത്ത് സൂപ്പിക്ക് 4 ഭാഗത്തു നിന്നും എതിർപ്പ്. ചില ആളുകൾ അബ്ദുൾ റബ്ബിനെ മാറ്റാൻ പറഞ്ഞു, വിവരമില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവരം നിങ്ങൾ നോക്കണം. ശിവൻകുട്ടി ഭയങ്കര ഇൽമാണ്, ഭയങ്കര ഇൽമാണ്, ഉസ്താദുൽ അസാത്തിദാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷ് ഇപ്പൊ അടുത്ത് കേട്ട് ഞാൻ 4 സോഡ നിന്ന് നൊപ്പില് കുടിച്ചു, ദഹിക്കാഞ്ഞിട്ട്. ഭയങ്കര ഇംഗ്ലീഷാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസമില്ല. ശിവൻകുട്ടി 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത ആളാണ്. 9160 കുട്ടികൾ പരീക്ഷ എഴുതി എന്നുള്ളതിന് ഇയാൾ പറയാണ് 9160 എന്ന് പറഞ്ഞപ്പോ പിറ്റത്തെ പരീക്ഷക്ക് ഇയാൾ പറയാ, ഞാൻ വായിച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോകും, അതുകൊണ്ട് 9160 എന്ന് കേട്ടപ്പോ എനിക്ക് തോന്നിയത്, നമ്മൾ ഈ നിക്കാഹിന്റെ മജ്ലിസിൽ വണ്ടി ബ്ലോക്കായാൽ ആ വീട്ടുകാരെ അനൗൺസ് ചെയ്യും, KL10 9160 അവിടുന്ന് മാറ്റേണ്ടതാണ് എന്ന് പറയുന്നത് പോലെ. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ശിവൻകുട്ടിയുടെ വിവരം നമ്മൾ കാണുകയാണ്. കാൽക്കുലേറ്റർ എടുത്ത് മലയാള പരീക്ഷയ്ക്ക് പോയ ശിവൻകുട്ടിയോട് നമ്മൾ എന്ത് ഇൽമ പറഞ്ഞു കൊടുക്കാനാണ്? ചോദ്യപേപ്പർ ചോരി നിന്നിട്ട് കേട്ടപ്പോ മൂപ്പര് മേപ്പിട്ട് വെക്കുക, കാരണം ടാർപ്പായ കെട്ടിയാല ചോരാതിരിക്കുക എന്ന മൂപ്പരെ ചിന്ത. എന്താ ഞങ്ങൾ അബ്ദുൾ റബ്ബ്, നമ്മുടെ സമദാനി, നമ്മളെ ഓരോരുത്തരും നോക്കി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഗാന്ധി വന്നപ്പോ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് KM സീതി സാഹിബാണ്. വാട്ടർ വാട്ടർ എവരിവെയർ, നോട്ട് എ സിമ്പിൾ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാൻ ഇല്ലത്രേ. ആരാ? സീതി സാഹിബ്. സമദാനി കടപ്പുറത്ത്. ഈ നേതാക്കളൊക്കെ വരുമ്പോ, സോണിയാഗാന്ധി വരുമ്പോ, വരണ്ടുണങ്ങിയ ജനമനസ്സുകളിലേക്ക് കുളിർമഴയായി പെയ്തിറങ്ങുന്ന ആ വാക്ധ്വരണി നമ്മുടെ നേതാക്കളുടെ അറിവും വിവേകവും ഇവർ ചെറുതാക്കി കാണിച്ചു. നമ്മളെ കുട്ടികൾ പഠിക്കാറില്ല പറഞ്ഞു. നമ്മളെ കുട്ടികൾ പഠിച്ചു. സൗദാബി 1ാം റാങ്ക് വാങ്ങി എവറസ്റ്റ് കൊടുമുടിമേൽ കയറി നിന്നിട്ട് ഈ അച്യുതാനന്ദനെ നോക്കി പറഞ്ഞു, കണ്ടടോ കണ്ടോ, ഞാനിതാ റാങ്ക് വാങ്ങിയിരിക്കുന്നു. അപ്പൊ അച്യുതാനന്ദൻ പറഞ്ഞു, കോപ്പി അടിച്ചിട്ടല്ലേ കോപ്പി. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു എന്ന് CPM അറിയണം. ഇപ്പൊ അടുത്ത് സഖാവ് അനിൽകുമാർ പറയാൻ, മലപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം തട്ടമിടാത്ത പെൺകുട്ടികളെ ഉണ്ടാക്കി എന്നുള്ളതാണ്. നോക്കണം നിങ്ങൾ, തട്ടം മാറ്റുന്നത് ഒരു വലിയ കാര്യമായി മാർച്ചിറ്റ് പാർട്ടി എടുക്കാനുള്ള കാരണം എന്താണ്? തട്ടം മാറ്റി. കണ്ടോ, മാർച്ചിറ്റ് പാർട്ടിക്ക് പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ തട്ടങ്ങളെ എന്നുള്ള പാട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ്. മലപ്പുറത്തിനായി ചുവന്ന തൊപ്പി എന്ന് പറഞ്ഞ് കലാകൗമുദിയിൽ K. ഉമ്മർ മാസ്റ്റർ സഖാവ്, ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി, പേര് വെച്ചൊരു എഴുതിയ ലേഖനം ഉണ്ടായിരുന്നു, മലപ്പുറത്തിനായി ചുവന്ന തൊപ്പി. അതിൽ പറഞ്ഞിരുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കും. പറയാ സാധു, അള്ള കാത്തതല്ലേ. നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയ ചിലപ്പോ മതിയായ ക്ഷാമബത്ത ശമ്പളം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ 2ാം റക്കായത്തിൽ സാധു കേടുന്ന അവിടെ ചുരുണ്ടെടുക്കൂലേ. അള്ള കാത്തതല്ലേ. ഇവര് മതരംഗത്തേക്ക് കയറിയിട്ട് എന്തെല്ലാം കളിക്കുകയാണ്, പലരും മനസ്സിലാക്കുന്നില്ല. ഒരുപാട് കാതലായ ആശയങ്ങളെ കൊന്നുതള്ളിയ ഈ പൂതലായ കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസത്തിന്റെ അപകടത്തെ കുറിച്ച് മനസ്സിലാക്കാതെ മാർക്സിസ്റ്റ് പാർട്ടി മുഖത്തുള്ള മാറാല തട്ടി മാറ്റുമ്പോഴും മാടി വിളിക്കുകയാണ് എന്ന തോന്നലുള്ളവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപകടം ഭയങ്കരമാണ്. BJP RSS എന്താന്ന് നമുക്ക് മനസ്സിലായി, ബോധ്യായി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രീഷ്മ കഷായാണ്. ഗ്രീഷ്മ കഷായ എന്താ? കമ്മ്യൂണിസം. അതെന്താ? ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി ലോഹ്യത്തിലായപ്പോ
നല്ല ഉന്മേഷം കിട്ടാൻ വേണ്ടി ഇത് അങ്ങ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് കഷായം കൊടുത്തു. ആര്? ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെണ്ണ്. ഇന്നലെ അത് വിധിയായി, അവൾക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. ഞാൻ ആലോചിക്കുകയാണ്, കമ്മ്യൂണിസത്തിന്റെ അപകടം ബംഗാളിൽ കണ്ടു. പാണക്കാട്ട് തങ്ങളുടെ മണ്ണല്ല, ഇമാം ബുഖാരിയുടെ മണ്ണിൽ കണ്ടു. സമർക്കന്ദിൽ, ബുഖാറയിൽ കണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചോര പുരണ്ട മുസാഫ് സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ കൂട്ടി പോയി, വിജയിച്ചു. പിന്നെ ആ മുസാഫ് കാണിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, ബാക്കിയുള്ള ഖുർആൻ കണ്ടുകെട്ടി, പള്ളികൾ അടച്ചുപൂട്ടി, മദ്രസകൾ മ്യൂസിയമാക്കി, ഖാദിമാരെ നാടുകടത്തി, ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരെ നാടുകടത്തി. KMA റഹീം SSFന്റെ നേതാവ് എഴുതിയ ഇസ്ലാമും, എൻ്റെ അധ്യാപകനാണ്, ഇസ്ലാമും കമ്മ്യൂണിസവും എന്നുള്ള ലേഖനം ഒന്ന് വായിച്ചാൽ, ആ പുസ്തകം ഒന്ന് വായിച്ചാൽ ഏറെ ചരിത്രം അതിലുണ്ട്. കേവലം ഒരു പാർട്ടിയല്ല. നമ്മൾ ഇന്നോ ഇന്നലെയൊക്കെ ആയി കാണുകയാണ്. ആ പാർട്ടിയിൽ നിന്ന് വേർപിരിഞ്ഞാലുള്ള അപകടം KT ജലീലടക്കം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളെ നാട്ടിൽ അൻവറിന് സംഭവിച്ചത്. അൻവർ ഇപ്പോ നിലമ്പൂർ അങ്ങാടിയിൽ മാത്രമല്ല പ്രസംഗം, അൻവർ കോഴിക്കോട് വന്ന് പ്രസംഗിക്കണ്, അൻവർ കളമശ്ശേരി അൻവർ ഇപ്പം മജീദ് ഗുരുക്കൾ തൈലം വിൽക്കാൻ നടക്കുന്ന പോലെ നിരത്തി നടക്കുക. മജീദ് ഗുരുക്കളുണ്ട് ഞങ്ങളെ മഞ്ചേരിയിൽ. തരിപ്പ്, കടച്ചിൽ, വാദം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടും. ആ വട്ടത്തിൽ മജീദ് ഗുരുക്കൾ ജനങ്ങളോട് പറയും, ഉന്മേഷമില്ലായ്മ, താല്പര്യക്കുറവ്. അപ്പൊ കുറച്ചുകൂടി ആള് കൂടും. അങ്ങനെ ഈ അൻവർ ഇതൊന്ന് പറയാൻ തുടങ്ങിയപ്പോ പുന്നപ്ര വയലാർന്ന് പൊതുയോഗത്തിന് വന്നു, മലപ്പുറം അരീക്കോട്ടക്ക്. പുന്നപ്ര വയലാർന്ന് പറഞ്ഞാൽ സഖാക്കളങ്ങളെ ബദറും ഉഹദും നടന്ന സ്ഥല. ഈ മൊറാഴ കുന്നിന്റെ താഴത്തുനിന്നൊരു ചങ്ങായി വന്നു. മൊറാഴ കുന്ന് തന്നെ വരെ ഉഹദ് മലയാണ്. അവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നത്. എന്താ കാര്യം? മുത്തലക്കായ സഖാക്കളൊക്കെ തിരിഞ്ഞു. പല സഖാക്കൾക്കും എന്താണ് ഇതിന്റെ അപകടം എന്ന് മനസ്സിലായിരുന്നില്ല. ഉള്ളിൽ പറയാൻ ഒരാളുണ്ടായിരുന്നില്ല. ഇപ്പൊ പാർട്ടിക്കകത്ത് അൻവർ പറഞ്ഞു, നേരത്തെ മുന്നണിക്കകത്ത് വെളിയം പറഞ്ഞു, ഇപ്പോഴതാ നമ്മുടെ മജീദ് സാഹിബിനെതിരെ മത്സരിച്ച പുളിക്കലകത്ത് നിയാസും പറഞ്ഞു. ഇനി ഞാൻ ആരാ പറയാത്തത്? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനും പറഞ്ഞു. അകത്തുള്ളവർ മൊത്തം പറഞ്ഞു, പുറത്തുള്ളവരും പറഞ്ഞു. പിണറായിയുടെ ഈ പോക്ക് ശരിയല്ല. സാക്ഷാൽ CPI പറഞ്ഞു, ഇയാളുടെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പല്ല, ചെന്നിത്തലല്ല, VD സതീശനല്ല, സ്വാദിക്കലി തങ്ങളല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കിടക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാപ്പനി അറിയുന്ന CPI പറയാണ്. ഇപ്പോ പറഞ്ഞ CPI പറഞ്ഞത് തന്നെയാണ് അൻവറും പറഞ്ഞത്. പക്ഷേ അൻവറിനെ പുറത്താക്കി, CPIയെ തൊട്ടില്ല. അതെന്ത് മര്യാദയാണ്? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ PTA മീറ്റിംഗിൽ സഹോദരിമാർ ആക്ഷേപം പറഞ്ഞു. ഹെഡ്മാഷോട് പറഞ്ഞു, നമ്മുടെ കണക്കധ്യാപകൻ കണക്കിന്റെ പീരിയഡിൽ നന്നായി ഉറങ്ങുകയാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് കണക്കൊന്നും മനസ്സിലാകുന്നില്ല. കുട്ടികൾക്ക് ബോർഡിൽ എഴുതി കൊടുത്തിട്ട് മാഷ് ഇരുന്ന് ഉറങ്ങി തൂങ്ങുകയാണ്. പരാതി ശരിയാണോ എന്ന് പരിശോധിക്കാൻ കണക്ക് മാഷ് പിയൂണിനെ പറഞ്ഞയച്ചു. പിയൂണ് കടന്നു ചെന്നപ്പോ പറഞ്ഞ പോലെ കണക്ക് മാഷ് ഉറങ്ങുകയാണ്. കണക്ക് മാഷ് വിളിച്ചുണർത്തുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി പിയൂൺ അല്പം അകലെ നിന്നു. അവസാനം കാല് കുഴഞ്ഞപ്പോ അവിടെ ഇരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ പിയൂണും ഉറങ്ങിപ്പോയി. രണ്ടാളെയും കാണാതെയായപ്പോ വിവരമില്ല. വിവരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഹെഡ്മാഷ് കോണി കയറി വന്നപ്പോ രണ്ടാളും ഉറങ്ങുകയാണ്. എന്താ ചെയ്യേണ്ടത്? കൃത്യവിലോപം നടത്തി ഡ്യൂട്ടി നിർവഹണത്തിൽ മര്യാദ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് രണ്ടാളെയും പുറത്താക്കണ്ടേ? പക്ഷേ പുറത്താക്കിയത് പിയൂണിനെ മാത്രമാണ്, മാഷ പുറത്താക്കിയില്ല. പിയൂണിനെ പുറത്താക്കാൻ ഹെഡ്മാഷ് പറഞ്ഞ കാരണം, സ്ഥിരമായി ഉറങ്ങുന്ന കണക്ക് മാഷുടെ ഉറക്കിന് ശല്യമാകുന്ന രീതിയിൽ പിയൂണ് കൂർക്കം വലിച്ചു എന്നുള്ളതാ കാരണം. CPI സ്ഥിരമായി പറയാൻ, പക്ഷെ ആ CPI ഒരിക്കലും തന്നെ ഒരിക്കൽ പറഞ്ഞ അതിൽ ഉറച്ചു നിൽക്കൂല. കാരണം തമ്പുരാനെ പേടിയാണ്. പിണറായി വിജയന് പേടിയില്ലാത്തവരാരാണ്? എല്ലാവരും പേടിക്കാണ്. ഇപ്പൊ CPI CPMന്റെ അടുത്ത് കഴിയുന്നത് തന്നെ ഒരു മുഴുകുടിയനായ ഭർത്താവിന്റെ അടുക്കൽ ഒരു പെണ്ണൊരുത്തി ജീവിക്കുന്നത് പോലെയാണ്. ഒരു മുഴുകുടിയനായ ഒരുത്തന്റെ അടുക്കൽ ഒരു പെണ്ണൊരുത്തി ജീവിക്കുന്നതും CPMന്റെ കൂടെ CPI കഴിയുന്നതും എൻ്റെ അഭിപ്രായത്തിൽ അടുക്കളയിലെ കുക്കർ പോലെയുമാണ്. അടുക്കളയിലെ കുക്കറിന്റെ പ്രത്യേകത എന്താ? അടിയിൽ നിന്ന് തീ ആളിക്കത്തിയിട്ടും മുകളിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും
എത്ര സമാധാനപരമായാണ് ആ കുക്കർ വിസിലടിച്ച് അങ്ങനെ കഴിഞ്ഞു പോരുന്നത്. അതുപോലെയാണ് ഇവരുടെയും സ്ഥിതി. മുന്നണിയിൽ എല്ലാവർക്കും പേടിയാണ്, ചോദിക്കുന്നില്ല, പറയുന്നില്ല. സമുദായമാണ് ഉണരേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കടുത്ത അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ. പഴയ മാർച്ചിട്ടുപാട്ടി എന്നുള്ളത് പരേതനായ മാർച്ചിട്ടുപാട്ടി. ഇന്ന് നമ്മൾ കാണുന്നതല്ല. CPI പറഞ്ഞു, ഈ പോക്ക് കണ്ടാൽ ഇത് മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരൊറ്റ കാരണം, ലാവ്ലിൻ കേസ് എന്ന ആനുകൂല്യത്തിന്റെ മറവില് നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൽ RSSന്റെ ഗ്യാങ് ഉണ്ടെന്ന് അൻവർ ശരിയല്ലെന്ന് CPM. ഈ വർത്താനം ആദ്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ഡി രാജയുടെ ഭാര്യ ആനി രാജ, CPIയുടെ നേതാവ് ആനി രാജയാ പറഞ്ഞത്. RSSന്റെ ഗ്യാങ് ഉണ്ട് കേരള പോലീസിൽ. ആരാ പറയാത്തത്? സുധാകരൻ പറയാൻ തുടങ്ങി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങൾ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇശൽ നൈറ്റ് ആണെന്ന് എനിക്കറിയാം. എന്റെ സുഹൃത്ത് കണ്ണൂർ മമ്മാലിയും ഇങ്ങോട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കും 2 പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോടും പറയാണ്, കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 8 MBBS ഡോക്ടർമാരെയാണ് MDMA ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടറുടെ അടുത്ത് പോകുന്നത് നമ്മൾ രോഗം ശിഫയാകാനാണ്. നിങ്ങൾ അറിയണം, വേലി തന്നെ വളതെന്നാണ്. അപകടകരമായ വളവ് എന്ന് എഴുതി വെച്ച ബോർഡ് ഏതോ ഒരു അപകടത്തിൽപ്പെട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാം കീഴ്മേൽ മറിയാണ്. ഇന്നലെ ഉമ്മയെ വെട്ടിക്കൊന്നു ഒരുത്തൻ. ഉമ്മയെ വെട്ടിക്കൊല്ലാനുണ്ട കാരണം എന്താ? അവൻ ലഹരിക്കടിമയായിരുന്നു, ബാംഗ്ലൂരിൽ ചികിത്സയായിരുന്നു. ഉമ്മ ട്യൂമർ ബാധിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. ഉമ്മാന്റെ അവസാനത്തെ മോഹം എന്റെ കുട്ടിനൊന്ന് കാണണമെന്നാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗം. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്നാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ലഹരി സുലഭമായിരിക്കുന്നു. മക്കളെ നിങ്ങൾ നന്നായി പഠിക്കണം, ഡോക്ടറാകണം, നിങ്ങൾ MD ആവണം, നിങ്ങൾ MA എടുക്കണം. പക്ഷെ നിങ്ങൾ MD-MA ആകരുത്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിച്ച ലോകല്ല. കഞ്ചാവ് ചെടി 5 എണ്ണം നടാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ നൽകി കഴിഞ്ഞു. കേരളത്തിന്റെ ഒരു മന്ത്രി പറഞ്ഞു, കള്ള് കേരളത്തിന്റെ പോഷകാഹാരം, കള്ള് കേരളത്തിന്റെ പാനീയം. ഒരാള് കള്ള് കേരളത്തിന്റെ പാനീയാക്കാണ്, പായസാക്കി കളി, അതാ നല്ലത്. ഒരാൾ പറയുന്നു കള്ള് മദ്യം ഇനി ഓൺലൈനായി നടപ്പിലാക്കുകയാണ്. ഓൺലൈനാക്കണ്ട, പൈപ്പ് ലൈനാക്കിയാൽ മതി. ഇന്ന് അവനാന്റെ വീട്ടിന്റെ മുമ്പും തന്നെ തുറന്നെടുത്ത് കുടിക്കാം. മാറി, കാര്യങ്ങളൊക്കെ മാറി. വേറൊരു മന്ത്രി പോഷകാഹാരം. ഇപ്പൊ ഒരാള് പുതിയ തീരുമാനം. നമ്മുടെ അബ്കാരി മന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പൊ കോഴിക്കോട്ടുകാരൻ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഇപ്പൊ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി ഇത് കുറച്ചു കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യാന്നുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നയം എന്താണ്? ഈ ഗവൺമെന്റിന്റെ നയം ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള നയമല്ല. പഞ്ചായത്തിനുണ്ടായ അധികാരം മാറ്റി. സ്കൂൾ, മദ്രസ, ക്ഷേത്രം, പള്ളി അതിന്റെ 200 മീറ്റർ അപ്പുറത്ത് എന്നുള്ളത് മീറ്റർ കുറച്ചു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. മാത്രല്ല മന്ത്രി പറഞ്ഞ പ്രസ്താവന എന്താ അറിയോ? ഈ മദ്യം വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. പ്രതിസന്ധികൾ വരുമ്പോൾ മദ്യം വീട്ടിലെത്തിക്കും. എനിക്കൊരു ചെറിയ അഭ്യർത്ഥന ഉണ്ട്. മദ്യം വീട്ടിലെത്തിക്കണ്ട. അതിനേക്കാളും നല്ലത് കുടിച്ച് കെടുക്കണവരൊക്കെ ഒന്ന് പെരെ കയറ്റിക്കൊണ്ടായാൽ മതി അങ്ങാടിയിൽ നിന്ന്. നീ അങ്ങനെ ചെയ്യാണ് ഏറ്റവും വൃത്തി. എന്തു ഭരണം? എല്ലാം പറുദീസയായി മാറിയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി പിടിക്കുകയാണ്. ഇപ്പൊ അടുത്ത് ഷാനവാസ് കായംകുളത്തെ ക്ഷേമകാര്യ സ്ഥിര സമിതി ചെയർമാൻ, അയാളെ പിടികൂടി. 2 ലോഡ്. പോലീസ് ചോദ്യം ചെയ്തപ്പോ അവൻ ആദ്യം തന്നെ പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഞാൻ 2 വർഷമായി 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്. ഈ 2024 പറയാണ്. അവന്റെ വർത്താനം കേട്ടാ തോന്നുക നിസ്കാരം ഫർളാക്കിയത് 2021 തോന്നുക വർത്താനം കേട്ട. എന്തിനാ ഇത് പറയേണ്ട ആവശ്യം?
ഞാൻ 2 വർഷം ഞാനൊരു വിശ്വാസിയാണെന്ന് വരുത്തി തീർക്കുക. അപ്പൊ 2 കൊല്ലായിട്ട് നിസ്കരിക്കുന്നവൻ 2 ലോഡ് കൊടുന്നെങ്കിൽ തീരെ നിസ്കരിച്ചാത്തവരൊക്കെ ഇപ്പൊ എത്ര കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള ബേജാറില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കള്ള് കേരളത്തിന്റെ പാനീയം, പോഷകാഹാരം. ഇനി കഞ്ചാവ് കേരളത്തിന്റെ ചെടിയാക്കി കളി, MDMA കേരളത്തിന്റെ പൊടിയാക്കി കളി. നന്നായി, കാര്യങ്ങൾ മാറി മറിയാണ്, എല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഇന്നലെയും നമ്മൾ കാണുകയാണ്, ഉമ്മയെ വെട്ടിക്കൊന്നവൻ പറയുന്നത് ഇതാ, 3 ആളെ വെട്ടിക്കൊന്നവന്റെയും പിന്നിൽ ലഹരിയാണ്. അയൽവാസികളായ 3 ആളെ ഒന്നിച്ചു വെട്ടിക്കൊന്നവൻ. ഇവന്റെ ഉമ്മാടെ അനിയത്തി കൊണ്ടുവരിക. അമ്മാന്റെ അവസാനത്തെ മോഹാണ്, എന്റെ കുട്ടിയൊന്ന് കാണണം, ട്യൂമർ ബാധിച്ചു കിടക്കുക. ആ സാധു സ്ത്രീയുടെ അടുത്ത് വന്ന് ഇവൻ ഒരു നോട്ടം നോക്കി പുറത്തുപോയി അയൽപക്കത്ത് നിന്ന് തേങ്ങ ശരിയാക്കാനാന്ന് പറഞ്ഞ് വടവാളെടുത്ത് തുരുതുരാ വെട്ടുകയാണ്. എന്നിട്ട് ആ കുട്ടി പോലീസ് ജീപ്പിലിരുന്ന് അത് ആഘോഷിക്കുകയാണ്. ഉമ്മാനെ കൊന്ന കാര്യം ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, വെറുതെ നോക്കിയാൽ കൂലി കിട്ടുന്ന 3 കാര്യമുണ്ട് മക്കളെ. ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് കഅബാലയാണ്, പിന്നൊന്ന് പെറ്റ തള്ളയാണ്. നിങ്ങൾ ആലോചിക്കണം, എന്താ അറിയോ, ബോധമില്ലാതായ അവനെന്ത് ഉമ്മ, അതിനെന്ത് ഉമ്മയാണ്. കഠാര നെഞ്ചിലിറക്കുമ്പോ, കഠോര വേദന വിങ്ങുമ്പോ അയ്യോ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ, ഓംകാരം മുഴക്കാതെ, ലാ ഇലാഹ പാടാതെ ഇൻഖിലാബ് വിളിച്ചവരെ കണ്ട. മുദ്രാവാക്യൊക്കെ മാറി മറിയാ. കണ്ട പാർട്ടിക്കൊക്കെ മക്കളെ നയിക്കണ്ട. ലീഗ് ഒരു പക്ഷെ എങ്ങക്ക് എല്ലാ ദിവസവും 1 കിലോ മീനും 1.5 കിലോ അരിയും വാങ്ങി തന്നിട്ടുണ്ടാവില്ല. പക്ഷേ അന്തസ്സോടുകൂടി നാം അന്തിയുറങ്ങുന്നതിന് കാരണത്തിൽ പിന്നിൽ ഈ പച്ചക്കൊടി ഒരു വലിയ കാരണമാണ് മക്കളെ. ഈ സമാധാനം പാലക്കാട് വിട്ടാൽ തമിഴ്നാട്ടിലില്ല, കാസർഗോഡ് വിട്ടാൽ കർണാടകയിലുമില്ല. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ, അറബി അധ്യാപകർക്ക് ശമ്പളം വാങ്ങാൻ, യതീംഖാനക്ക് ഗ്രാന്റ് വാങ്ങാൻ അൽഹംദുലില്ലാഹ് ഈ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് അധ്വാനിച്ചതിന്റെ ഖൈറുകളാണ് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആയുഷ്കാലത്തിൽ ഇത് നശിക്കാൻ പാടില്ല. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, അവസാനിപ്പിക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ കൊടിയാണ് ഈ പച്ച പതാക. ഒരു കാലത്ത് ലീഗ് വേണോ, വീട് വേണോ എന്ന് ചോദിച്ചപ്പോ പാണക്കാട് പൂക്കോയ തങ്ങൾ പുതിയറ ജയിലിൽ പോയി കിടന്നു. എനിക്ക് ലീഗ് മതി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യാമം വെക്കാൻ വന്നപ്പോ കയ്യാമം പൂമാല, കയ്യാമം നിങ്ങൾ കയ്യാമമാണ് വെക്കുന്നതെങ്കിൽ അതെനിക്ക് പൂമാല, നിങ്ങൾ തരുന്നത് ജയിലറയാണെങ്കിൽ എനിക്ക് മണിയറ എന്ന് പറഞ്ഞ് പുതിയറ ജയിലിൽ പോയി കിടന്നുണ്ടാക്കിയ പ്രസ്ഥാനാണ് ഈ മുസ്ലിം ലീഗ്. ഒരിക്കൽ പാണക്കാട്ടെ കാര്യസ്ഥനോട് ബീത്താത്ത പറഞ്ഞു, കുട്ടിക്ക് ഉപ്പാനെ കാണാൻ മോഹണ്ട്. പൂക്കോയത്തങ്ങൾ ജയിലിലാണ്. ശിഹാബ് തങ്ങൾ കാണാൻ പോയി. കണ്ടപ്പോ തിരിച്ചു വരുമ്പോ പാറാവുകാരൻ പറഞ്ഞു, എന്റെ ഉപ്പാനെ നിന്റെ കൂടെ വിടണമെങ്കിൽ ലീഗിൽ നിന്ന് ഒഴിവായി എന്നൊരു വർത്താനം പറയാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. കേട്ടപാട് ഓടി ശിഹാബ് തങ്ങൾ. കൈകൊട്ടി ഉപ്പാനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞത്, അവിടെ നിൽക്കുന്ന ചങ്ങാതി പറയാണ്, നിങ്ങൾ ലീഗിൽ നിന്ന് ഒഴിവാകുകയാണെങ്കിൽ എന്റെ കൂടെ വന്ന് കിടക്കാം. പാണക്കാട് പൂക്കോയ തങ്ങൾ പറഞ്ഞ മറുപടി, പൊന്നു മോനെ, എനിക്ക് നിന്റെ കുട്ടിനെയും വേണം, നിന്റെ ലീഗും വേണമെന്നാണ്. ആ ലീഗിന്റെ പതാക ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും സമ്മതിക്കരുത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.